ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മമ്മിയുടെ സ്പെഷ്യലാണ് ചെമ്മീൻ പത്തിരി. അപ്പോൾ ഇത് മലബാർ സ്പെഷ്യലാണ്, തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 2 സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കറിയാൻ പറ്റുമല്ലോ എന്തോരം സവാളയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേണമെന്ന്. അപ്പോൾ ചട്ട ചൂടായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇഞ്ചി നേരിയതായിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും സവാള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ വേണ്ടത് കരിവേപ്പിലയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് അടുത്തതായി ഇതിലേക്ക് വേണ്ട പൗഡർ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത്രയും പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷമാണ് ഒരു തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ചെമ്മീൻ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി ക്ലീനായി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മസാല കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ പത്തിരിയുടെ ഉള്ളിൽ വെക്കാനായതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് നമുക്ക് ചെമ്മീനൊന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ആ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ച് നല്ല തിക്ക് ഡ്രൈ ഗ്രേവി പോലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ഒക്കെ പിടിക്കും. അപ്പോൾ അത് ഇതേപോലെ നല്ല മസാലയായിട്ട് വന്നോട്ടോ, ഡ്രൈ മസാലയായിട്ട് വരണം. പിന്നെ അടുത്തത് നമുക്കിനി പത്തിരി പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 2 കപ്പ് തേങ്ങ, 1 കൈപ്പിടി നിറയെ ചുവന്നുള്ളി, പിന്നെ ജീരകമാണ് വേണ്ടത്. ഫസ്റ്റ് ജീരകവും ഉള്ളിയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് തേങ്ങ അടിച്ചത് വേണ്ടത്. പിന്നെ നമ്മൾ സാധാ ഇടിയപ്പം ചെയ്യില്ല, അതേപോലെ വെള്ളം തിളച്ചതിലേക്ക് ഉപ്പിട്ട് പിന്നെ ഈ തേങ്ങയും ഇതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടാറുമ്പോഴത്തേക്കും ഇതേപോലെ ബോൾസ് ആക്കി എടുത്ത് പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. വേറെ ഒന്നും വെച്ച് പരത്തേണ്ട, കൈ കൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ നമുക്ക് പരത്താം, കൈ കൊണ്ട് തന്നെ പരത്തി കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കണം. പിന്നെ അടുത്തത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മസാല പത്തിരിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പത്തിരി വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാണ്ട് അരികെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ പത്തിരി. ഇനി നമുക്ക് ഇതൊന്ന് ആവിയേറ്റി എടുക്കണം. ഇലയിലോ വാഴയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആവിയേറ്റി എടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ പത്തിരി ഇതേ നോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് തലശ്ശേരി റെസിപ്പിയാണ് കേട്ടോ, മമ്മിയുടെ സ്പെഷ്യലാണ്. മമ്മിയുടെ ഇവിടെ തലശ്ശേരി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിനൊക്കെയാണ് യൂഷ്വലി കഴിക്കാറ്. അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര യമ്മിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങളിത് മമ്മിയുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കിത് ഉണ്ടാക്കിയൊക്കെ തരാറ്. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. നമുക്കപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.